few people were drinking. Probably Mr. Ranjit himself was drinking. I was offered a drink. I declined. And while I was talking over the phone, he was fidgeting with my bangles. So, but I had given him the benefit of doubt, thinking that maybe I am overthinking about it. So, I was continuing with the phone call. And then he tried to touch me at the nape of my neck, which was completely unprecedented. And exactly during that time, I excused myself. I came into the drawing room where people were, gathered. And I called Mr. Shankar and I told him specifically that I'm not going to do this film. സ്വാഭാവികമായിട്ടും പരാതി തരാൻ ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടത് ബന്ധപ്പെട്ട പോലീസും ബന്ധപ്പെട്ട നിയമവകുപ്പുമാണ്. ഇന്നലെ ഇത് തരത്തിൽ ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ടൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ ഞാനും കണ്ടു. അത് സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി അവരുടെ ആരോപണവും അല്ലെ അവരുടെ ആക്ഷേപമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ. അവര് പറയല്ലേ, അവരൊരു ആരോപണം ഉന്നയിക്കുകയാണ്, ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് ആരോപണം ഉന്നയിക്കുകയാണ് അല്ലേ? അപ്പൊ അത് പരിശോധിക്കണ്ടേ, അത് അന്വേഷിക്കണ്ടേ, അതിന്റെ അകത്ത് നടപടിയെടുക്കണ്ടേ? കേരളത്തിലെ ഈ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണമോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതയോ സംഭവിച്ചാൽ സ്ത്രീകളോടൊപ്പമാണ്, ഇരയോടൊപ്പമാണ്, വേട്ടക്കാരനോടൊപ്പം അല്ല. അങ്ങനെ പരാതി അവർ രേഖാമൂലം തന്നാൽ നിയമം പറയുന്നതാണ്. ഞങ്ങൾ പഠിച്ച നിയമം അതാണ്. ഞങ്ങൾ നിയമ വിദഗ്ധന്മാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അഡ്വൈസ് അതാണ്. ഒരാളൊരു പരാതി തന്നാൽ ആ പരാതിന്മേൽ നമുക്ക് FIR ഇടാം, നമുക്ക് നിയമ നടപടി സ്വീകരിക്കാം. ഏതെങ്കിലും ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനമെടുത്തൊരു FIR ഇട്ടാൽ അത് നിലനിൽക്കില്ല. ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം രഞ്ജിത്തിനുണ്ട്. അതുവരെ അദ്ദേഹം മാറി നിൽക്കുകയാണ് നല്ലത്. അദ്ദേഹം ഇപ്പം സർക്കാരിൻ്റെ സ്ഥാനം വഹിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് വേണ്ടതായിട്ടുള്ളത്. അത് സത്യമാണോ ശരിയാണോ നമുക്കറിയില്ല. ഒരാരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണത്തിൻ്റെ സത്യസ്ഥിതി പുറത്തു വരുന്നത് വരെ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്. വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ നിയമപരമായ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് കേസെടുക്കില്ല, പരാതി തന്നാൽ മാത്രമേ കേസെടുക്കുള്ളൂ എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, നിയമപരമായ ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ 3 കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം. ഒരാളൊരു ആകാശത്തു നിന്നൊരു ഒരു കാര്യം പറഞ്ഞാൽ അതിന്മേലൊരു കേസെടുക്കാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, സ്ത്രീകളോടൊപ്പമാണ്. ഞാൻ വ്യക്തമായി പറയുന്നു, കേരളത്തിലെ തൊഴിലിടങ്ങളിൽ ഒരു സംശയം വേണ്ട, ഒരു സ്ത്രീയും ആക്രമിക്കപ്പെട്ടാൽ വിട്ടുവീഴ്ചയില്ല, നടപടി ഉണ്ടാവും. ആ നടപടി ഉണ്ടാകണമെങ്കിൽ രേഖാമൂലം പരാതി വേണം. രേഖാമൂലം പരാതി ഇല്ലാത്ത ഒരു പ്രശ്നത്തിന്മേൽ ഒരു കേസ് എടുത്താൽ നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നിയമനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വ്യക്തമായി പറഞ്ഞത്, ആർക്കെങ്കിലും പരാതി ഉണ്ടോ തരിക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മന്ത്രിയായി ഇത്രയും നാൾ ആരും പരാതി തന്നിട്ടില്ല. തരാത്തൊരു പരാതി കേസ് അങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാങ്കേതികമായി നമുക്ക് പറയാം, യാന്ത്രികമായി നമുക്ക് പറയാം. പക്ഷെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട്. സർക്കാർ അങ്ങനെ ഒരു എര വന്ന് ഞങ്ങളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതല്ലോ. പിണറായി വിജയനെതിരെ ഏതൊരു പോസ്റ്റ് ഇട്ടാൽ അപ്പം തന്നെ ആ പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് വീട്ടിലെത്തുമല്ലോ. അങ്ങനെ ചെയ്യുന്ന പിണറായി വിജയൻ്റെ സർക്കാരിന് ഇത്രയും വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ആ സ്ത്രീയെ, ആ വ്യക്തിയെ ചെന്ന് കാണാനും അവരുടെ പരാതി എന്താണെന്ന് മൊഴിയെടുക്കാനും എന്താണ് തയ്യാറാത്തത്? അവർക്കിനി പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ ബക്കറ്റ് പിരിവ് നടത്താം. പോലീസിന് കൽക്കട്ടയ്ക്ക് പോകാനായിട്ട് അവരുടെ പൈസ ഇല്ലെങ്കിൽ ബക്കറ്റ് പിരിവ് നടത്തി നമ്മൾ പൈസ കൊടുക്കാം. പോലീസ് അത് ചെയ്യണം. അതിനാണല്ലോ പോലീസിന് നമ്മൾ പണം കൊടുത്തിരുത്തിയിരിക്കുന്നത്. ഒരു അതിജീവിതം നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമാണ്. അപ്പോൾ ആ ഒരു പാനിക് സിറ്റുവേഷൻ കഴിഞ്ഞതായി ഇപ്പം വീണ്ടും നോക്കുമ്പോൾ അതിനേക്കാൾ ഒരു വലിയ സംഗതിയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാ ഗൗരവവും കൊടുത്ത് തന്നെ സംഘടന മുമ്പോട്ട് നീങ്ങണം. കാരണം എനിക്ക്
സർക്കാരിനോട് പറയാനോ കോടതിയോട് പറയാനോ ഒന്നുമല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ഉൾപ്പെടുന്ന സംഘടന എന്ത് നിലപാടെടുക്കുന്നു അതറിയണം. അത് വെച്ച് നീട്ടാൻ പറ്റില്ല. കാരണം ഇത് തന്നെ 4.5 കൊല്ലം കഴിഞ്ഞു. അതിന്റെയും 2 കൊല്ലം മുമ്പ് നടന്നൊരു സംഗതി ഇപ്പോഴാ പുറത്തു വരുന്നത്. പല നിർബന്ധങ്ങൾക്ക് വഴങ്ങി എന്ന് പറയുമ്പോൾ ഇനി ഇതിന്റെ പേരിൽ നമ്മ സംഘടന കുറേശ്ശെ പഠിച്ച് അങ്ങനെ പറ്റും. ഇന്നലെ രാത്രി ഈ ഒരു പരാമർശം ഉണ്ടായ ഉടനെ സർക്കാരിന്, ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിന് അതിൻ്റെ നടപടികളിലേക്ക് കടക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ, അത് എല്ലാ തലങ്ങളിലും ആലോചനകൾ എടുത്തതിന് ശേഷം മാത്രം ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിന് പല കാര്യങ്ങളിലും നിലപാട് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നാൽ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാനും ഒക്കെ ബാധ്യതയുണ്ട് സർക്കാരിന്. പരാതി ഒക്കെ ഇപ്പോൾ സംഘടനയിൽ തന്നെ കൊണ്ടു കൊടുക്കുമ്പോൾ ഈ സംഘടനയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ആ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവരൊക്കെ തന്നെയായിരിക്കും ഇത്തരം സംഘടനകളൊക്കെ നയിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത്. അപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവിടെയൊന്നും പരാതി കൊടുക്കാത്തത് എന്നാണ് കരുതുന്നത്. ചലച്ചിത്ര അക്കാദമി ഒരു പരാതി സ്വീകരിക്കാനോ അല്ലെങ്കിൽ നടപടിയെടുക്കാനോ ഉള്ള അതോറിറ്റിയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ആ വിഷയം ഇതുവരെ അങ്ങനെ പരിഗണനയിൽ വന്നിട്ടില്ല. അക്കാദമി എന്ന് പറഞ്ഞാൽ ഒരാളല്ലല്ലോ. അക്കാദമിയിൽ ഭരണസമിതിയുണ്ട്, അതിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, സാംസ്കാരിക വകുപ്പുണ്ട്, അതിന് മന്ത്രിയുണ്ട്, അങ്ങനെ എല്ലാം കൂടെ കൂടിയതില്ല. അതിൽ ചെയർമാൻ എന്ന് പറഞ്ഞത് അതിലൊക്കെ ഒരു ലീഡിംഗ് പോസ്റ്റാണെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനായിട്ട് ഇതിലങ്ങനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. അത് ധാർമ്മികമായി അതിലൊരു നിലപാടെടുക്കേണ്ടത് രഞ്ജിത്ത് സാർ തന്നെയാണ്. രഞ്ജിത്ത് ചേട്ടൻ മലയാളത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ വരുമ്പോൾ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം പോരാഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കുമ്പോൾ 4 വശവും ആലോചിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പറയട്ടെ, കുറെ സ്ത്രീകൾ ഇതിനെ എന്താ പറയാ വിക്ടിം ഗെയിമും കളിക്കാറുണ്ട്. സ്ത്രീ എല്ലാ ആണുങ്ങളും ഇറ്റ്സ് എല്ലാ ഹ്യൂമൻ ബീങ്സ് എല്ലാ രീതിയിലും കളിക്കുന്ന ഒരു ഇമോഷണൽ ആയ ഇങ്ങനെ കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൽ നല്ല സീരിയസ് ആയ കേസസ് ചിലപ്പോൾ ഡൈല്യൂട്ട് ആവുകയാണ്. അതാണ് ഏറ്റവും സാഡസ്റ്റ് പാർട്ട്. 10 കേസ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, അതിൽ ചിലപ്പോൾ 4 സീരിയസ് ആയ ജെന്യുവൻ വിത്ത് പ്രൂഫ് എല്ലാം ഉണ്ടാവുക, ബാക്കി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ 4 കേസിനും ബാക്കി 6 കേസുള്ള രീതിയിലാണ് സംസാരം ഉണ്ടാവുക. ഇത് അവിടെ ചില ചെറിയ സംഭവങ്ങളൊക്കെ. ഇപ്പൊ ഞാനൊരു കാര്യം ചോട്ടെ, ഈ കമ്മീഷൻ വന്നതിന് ശേഷമല്ലേ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ പീഡിപ്പിച്ചു. ആര് പീഡിപ്പിച്ചു? എവിടെ? നിങ്ങളൊരു തെളിവ് കൊടുക്ക്. അതിനൊന്നും ഇപ്പം ചുമ്മാ ഒരാളിപ്പം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെ, എന്ത്, എവിടുന്ന്, അതൊക്കെ ചോദിക്കില്ല ഒരു കോടതി കേസുമായിട്ട് ചെല്ലുമ്പോൾ. 2009 നടന്ന ഒരു സംഭവം അത്. ഇത്ര നാൾ ഈ നടി എവിടെ പോയിരുന്നു? ഇത്ര നാൾ എന്തിനു കാത്തിരുന്നു? അപ്പോൾ ഇങ്ങനൊരു അതെ, ആ കമ്മീഷൻ വന്നോണ്ട് നേരത്തെ ആകാമായിരുന്നില്ല ഞാൻ ചോദിക്കുന്നത്. എന്താണ് സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. പിന്നെ അയാളെ പോലെ ആൾ ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയത്തില്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഞെട്ടലോട് കൂടിയാണ് ഞാനത് കാണുന്നത്. പിന്നെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയട്ടെ, കൂടുതൽ അന്വേഷണങ്ങൾ അതിൻ്റെ പുറത്ത് നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ആരോപണവും രഞ്ജിത്തിൻ്റെ മറുപടിയും പൊതുസമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും മുമ്പിലുണ്ട്. ഈ സംബന്ധിച്ച് അതാത് സമയത്ത് ബന്ധപ്പെട്ടവർ പ്രതികരിച്ചിട്ടുമുണ്ട്. തൊഴിൽ ലംഘനം ഉണ്ടായതായി നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. തൊഴിൽ ലംഘനം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അല്ല, ഒരു പേപ്പർ കിട്ടിയാൽ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരാൾ മുന്നോട്ട് വന്നിരിക്കുന്നു, എന്നെ ഇന്ന ദിവസം പാലേരി മാണിക്യം സിനിമയിൽ സെറ്റിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വെച്ച് ഹോട്ടലിൽ വെച്ചാണ് എനിക്ക് ഇന്ന ദുരനുഭവങ്ങൾ രഞ്ജിത്തിന്റെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടായി. വളരെ വേദന ഉളവാക്കുന്ന സ്ത്രീ എന്ന നിലയിൽ അത് ഓർക്കുമ്പോൾ ഇപ്പോഴും കേരളത്തെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ആ ബംഗാളി നടി പറയുന്നത്. ആള് പറഞ്ഞിട്ടും ഇന്ന സ്ഥലത്തെന്ന് പറഞ്ഞിട്ടും ഇല്ലയൊക്കെയാണ് ഞാൻ അനുഭവിക്കേണ്ടി വന്നതെന്നും എനിക്കുണ്ടായ മെന്റൽ ട്രോമ ഇതാണെന്ന് പറഞ്ഞിട്ടും കേസെടുക്കുന്നില്ല. എന്നിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി വന്നിട്ട് പറയുക രഞ്ജിത്ത് മികച്ച പ്രതിഭയാ, സംശയമില്ല. നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ സിനിമ, ഞാനും കാശ് കൊടുക്കി അദ്ദേഹത്തിന്റെ സിനിമ കണ്ട് കൈയടിക്കുന്ന ഒരു കലാ ആസ്വാദക എന്ന് വിചാരിച്ച് നാട്ടിലെ പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ രഞ്ജിത്തിന് അധികാരമുണ്ടോ? അവർ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താം. എത്ര വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള കാര്യമാണെങ്കിലും അന്വേഷണം നടത്താം. പരാതിപ്പെടാൻ തയ്യാറാകൂ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ
വളരെ സ്വകാര്യമായിട്ട് തങ്ങളുടെ സ്വകാര്യതക്ക് ഭംഗമുണ്ടാവാത്ത വിധത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പരാതിപ്പെടാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവുമെന്ന്. അവർ ബംഗാളിലായി കഴിഞ്ഞാലും മറ്റേതൊരു സംസ്ഥാനത്തുള്ള സ്ത്രീ ആയി കഴിഞ്ഞാലും അവർക്ക് ഈ മലയാള സിനിമാ രംഗത്ത് അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം ഉണ്ടാകും. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ആക്ട്രസിന് പരാതിപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കും. അതിനുള്ള എല്ലാവിധമായിട്ടുള്ള പിന്തുണയും പരാതി വിടുന്നതിനും ആ പരാതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ഒരുക്കും. കേരളത്തിൽ ഇത്രയും സാംസ്കാരികമായിട്ട് രാഷ്ട്രീയമായി സാമൂഹ്യമായി വളരെ ഉന്നത നിലയെത്തിയിരിക്കുന്ന കേരളത്തിൽ അത്തരത്തിലുള്ള സ്ത്രീക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നത് നമുക്ക് ഭൂഷണമല്ലല്ലോ, നമുക്ക് അപമാനകരമാണല്ലോ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. രഞ്ജിത്തിനെന്ന് മാത്രമല്ല കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഒരു കേരളീയനാണ് അദ്ദേഹം. അപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണത്. ആ രീതിയിൽ ആ ഗൗരവത്തോടെ ഇതിനെ കാണണം. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായ ഒരു അന്വേഷണം നടത്തണം. ആ അന്വേഷണം നടത്തേണ്ടത് സുതാര്യമായിരിക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കേണ്ടത്. ആ അന്വേഷണത്തിന് ശേഷം ഇദ്ദേഹം അത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കേരളത്തെ ആകെ തന്നെ അപമാനിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഒരാളൊരു ആരോപണം ഉന്നയിച്ചു, അതിൻ്റെ ഒരു ആക്ഷേപം പറയുന്നു, അതിനകത്ത് വസ്തുത കാണാൻ ഇല്ലായിരിക്കാം, അത് ബന്ധപ്പെട്ട ആളത് നിഷേധിക്കുന്നു. അവർക്കൊരു പരാതി കൊടുക്കാൻ കഴിയുമെങ്കിൽ പരാതി കൊടുക്കട്ടെ. രഞ്ജിത്തിന് എനിക്കൊരു സഹോദര തുല്യനാണ്. എനിക്കെപ്പോഴും എന്നെ വളരെ ഭദ്രം ചേട്ടൻ എന്നല്ലാതെ പുള്ളി വിളിക്കില്ല. ഈ പുള്ളിക്കാരൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പുള്ളിയിൽ അങ്ങനെ ഒരു സ്വഭാവമുള്ളതായിട്ടൊന്നും എനിക്ക് നേരത്തെ തോന്നിയിരുന്നില്ല. പക്ഷെ ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പെട്ടെന്ന് കേട്ടത്. അത് അതിൻ്റേതായിട്ടുള്ള ഗൗരവം ഉണ്ടാവുകയും വേണം. ഇത് സിനിമയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഒക്കെ സംഭവിക്കാൻ ചാൻസും ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ പുള്ളി ഇരിക്കുന്ന സ്ഥാനമാണ് പ്രശ്നം. ഈ സ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രമുഖരായിട്ടുള്ള രാജ്യത്ത് ലോകത്ത് പേരെടുത്തിട്ടുള്ള ആൾക്കാർ ഇരുന്ന സ്ഥാനമാണ്. ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അതിനോട് പുള്ളി പ്രതികരിക്കുന്ന രീതി അങ്ങനെ വേണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം പുള്ളി ഈ സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങി നിന്ന് സംശുദ്ധനാവുക, അത്രയും ക്ലിയർ ആയതിന് ശേഷം ആകാമല്ലോ. അപ്പം അതിനുവേണ്ടി നമ്മുടെ സാംസ്കാരിക മന്ത്രി ഈ തൊടുത്ത് വിടുന്ന ചില വാക്കുകൾ വളരെ ശോചനീയമായിട്ടും ഇതൊക്കെയാണ്. അദ്ദേഹത്തെ പോലെയൊക്കെ ഒരാൾ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നതേ ശരിയല്ല. ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല, പിന്നല്ലേ ബംഗാളി നടി. അത് ആർക്ക് വേണ്ടി എന്ന് പറയാലോ, പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോരുത്തർക്കും എന്തും പറയാമല്ലോ. പെട്ടെന്ന് അറിയുന്നത് അതല്ലേ, നമുക്ക് ചർച്ച ചെയ്യാൻ എളുപ്പവും. അങ്ങനെയുള്ളവരെ കുറിച്ച് നേർസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരളി ചൂണ്ടുമ്പോഴല്ലേ. എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല, എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല, അതുകൊണ്ട് പറയുന്നത് കഷ്ടമാണ് വാസ്തവത്തിൽ. കാരണം രഞ്ജിത്ത് സാറ് നമുക്കറിയാവുന്ന ഡയറക്ടറാണ്. പക്ഷേ ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ നമുക്ക് അതിനെ നിഷേധിക്കാൻ പറ്റില്ല. ആ കുട്ടി ചാനലിന് മുമ്പിൽ വന്നിട്ട്, ഇന്ന് രാവിലെ ഞാൻ ന്യൂസിൽ കണ്ടു, ചാനലിന് മുൻപിൽ വന്നിട്ട് അത് പറഞ്ഞിരിക്കുകയാണ്. അപ്പം രഞ്ജിത്ത് സാറിൻ്റെ മറുപടിയും വന്നിട്ടുണ്ട്. രഞ്ജിത്ത് സാർ പറയുന്നുണ്ട്, ഞാൻ ഈ കാസ്റ്റിംഗ് കോൾ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പോരാ എന്ന് തോന്നിയുകൊണ്ട് അവരെ ഒഴിവാക്കിയതാണെന്ന് പറയുന്നു. അതിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നിട്ട് സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തറിയട്ടെ. പിന്നെ അതുവരെ സാർ എന്ത് ചെയ്യണം എന്നുള്ളത് സാറിന് യുക്തിപൂർവ്വം തീരുമാനിക്കാവുന്ന ആളാണ്. അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരാണ്. ഇല്ലെങ്കിൽ മന്ത്രിസഭയുണ്ട്, അവർ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന് വെച്ചാലും. നമുക്ക് രണ്ടിനെക്കുറിച്ചും അമ്മയ്ക്ക് പിന്നെ അവർ ഒരു തെറ്റ് നടന്നു എന്ന് പറയുമ്പം അവരോട് നമുക്ക് അനുകമ്പയുണ്ട്. അവർ പറയുന്നതിനെ നമ്മൾ അവിശ്വസിക്കുന്നൊന്നുമില്ല. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ രഞ്ജിത്ത് സാർ പറയുന്നതിനെ നമ്മൾ അവിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുകയാണ്. ഏതാണെന്നുള്ളത് തെളിയിക്കട്ടെ. അന്വേഷണം ഉണ്ടല്ലോ, അന്വേഷണം കഴിയട്ടെ. അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരാളിനെ രാവിലെ എഴുന്നേറ്റ് ക്രൂശിക്കാൻ പറ്റും? നമ്മളെല്ലാവരും തെറ്റുകൾക്ക് അതീതമാണ്. നമ്മൾക്കൊക്കെ നമ്മുടേതായ ഭാഗത്ത് തെറ്റുകളോ കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടാകാം. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരാൾ നിരപരാധിയെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ക്രൂശിക്കാൻ പറ്റുമോ? അദ്ദേഹം ഇന്നലെ നിഷേധിച്ചു. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു പറയുന്നു. ഇതെല്ലാം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആ പരാതിന്മേലല്ലേ പറ്റൂ. സജി ചെറിയാൻ അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ
രഞ്ജിത്തിനെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്തതിൻ്റെ പ്രതികരണമല്ല ചോദിച്ചിരിക്കുന്നത്. രഞ്ജിത്തിനെതിരായിട്ട് രഞ്ജിത്തിൻ്റെ സഹപ്രവർത്തകയായിരുന്ന ഒരു നടി ലൈംഗിക അതിക്രമം എന്ന ഗുരുതരമായൊരു കുറ്റകൃത്യത്തെപ്പറ്റി ആരോപണം ഉന്നയിക്കുമ്പോൾ രഞ്ജിത്ത് ഇന്ത്യ കണ്ട മഹാനായ സംവിധായകനാണോ അല്ലയോ എന്നുള്ളതിന് അവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? സത്യത്തിൽ സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നതിനേക്കാൾ കേരളത്തിനൊരു സാംസ്കാരിക ബാധ്യതയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ക്യാബിനറ്റ് മിനിസ്റ്റർമാർ എന്നതിനപ്പുറം പവർ ഗ്രൂപ്പിൻ്റെ മിനിസ്റ്റർമാരായിട്ട് മാറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്, വനിതാ മന്ത്രിമാരടക്കം. എന്നാൽ സജി ചെറിയാൻ ഒരു പടി കൂടി കടന്ന് ഈ ചലച്ചിത്ര മേഖലയിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുടെ വൈകൃതങ്ങളെ പാച്ചപ്പ് ചെയ്ത് പുട്ടിയിട്ട് മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പണിയാണ് ഇപ്പോൾ സജി ചെറിയാൻ എന്ന് പറയുന്ന സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഇത് അനുവദിക്കാൻ കഴിയില്ല. മന്ത്രി തന്നെ കൺക്ലൂസീവായി പറയുകയാണ് പരാതി കിട്ടിയാൽ മാത്രമേ കേസെടുക്കത്തുള്ളൂ. അത് പറയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് എന്ത് അവകാശമാണുള്ളത്? ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുകളിലേക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു വാക്കാലുള്ള ഡയറക്ഷൻ കൊടുക്കുകയല്ലേ? ഇതൊരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയുകയല്ല. അതൊക്കെ മന്ത്രി സംസാരിക്കേണ്ട കാര്യങ്ങൾ, മന്ത്രി എന്നൊരു ഔദ്യോഗികമായ കാര്യങ്ങൾ, അതൊക്കെ ചിലപ്പോൾ സംസാരിച്ചില്ലെന്നിരിക്കും. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിക്കണം. അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ? അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തുകൊള്ളുക. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ അവസരങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അടിയന്തരമായി പുറത്താക്കണം. രഞ്ജിത്തിനെ പിന്തുണച്ച് കേരളത്തെ സ്ത്രീത്വത്തെ അപമാനിച്ച മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണം. ഇക്കാര്യത്തിൽ മൗനം വിദ്വാനഭൂഷണം, മൗനം ഗവർണർക്കും ഭൂഷണം.